അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ നബിയ ബഅദ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി. പ്രിയമുള്ള ലേന്തി ഖുർആൻ പഠിതാക്കളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ വിവരണം 22-ാമത്തെ ജുസ്, സൂറത്തു സജദ, സൂറത്ത് അഹ്സാബ്, സൂറത്തു സബ. ഈ 3 സൂറത്തുകളാണ് ലേന്തി ഖുർആൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാഹ് ഈ പ്രാവശ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ സ്തുതികളും സർവ്വലോക സംരക്ഷകനും നേതാവുമായ അള്ളാഹുവിനാണ്. അവനോട് എപ്പോഴും സഹായം ചോദിച്ചുകൊണ്ടും അവനോട് എല്ലാ കാര്യങ്ങളും തേടിക്കൊണ്ടും നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ പ്രവൃത്തികളുടെ ദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിന് അഭയം തേടിക്കൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഒരു സാധാരണ പഠനത്തെക്കുറിച്ചല്ല, മറിച്ച് ലോകത്തിൻ്റെ സൃഷ്ടാവായ സർവ്വലോക സംരക്ഷകനും നേതാവുമായ അള്ളാഹുവിൻ്റെ വാക്കുകൾ, അവൻ്റെ കലാമിനെ മനസ്സിലാക്കാനുള്ള വളരെ എളിയ ഒരു ശ്രമം ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് ഏറെ ഇഷ്ടത്തോടു കൂടി വായിക്കാനും പഠിക്കാനും അതിനുള്ളൊരു മനസ്സ് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ വചനങ്ങൾ നമ്മൾ പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയങ്ങൾ പഠിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് തദബ്ബുർ, ചിന്ത നമുക്കുണ്ടാവുകയും അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിഫലിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരു പരീക്ഷയുടെ അപ്പുറത്ത് ഇത് ലോകത്തിൻ്റെ നാദാബ് നമുക്ക് കാണിച്ചു തന്ന വഴികാട്ടിയാണ് ഖുർആൻ. അതിൻ്റെ വചനങ്ങൾ എന്ന ചിന്ത നമുക്കുണ്ടാകണം. നമ്മളിന്ന് തുടങ്ങുന്നത് സൂറത്തു സജദയാണ്. ഈ സൂറത്ത് ഏറ്റവും പ്രധാനമായും 3 കാര്യങ്ങളിലേക്കാണ് മനുഷ്യനെ ക്ഷണിക്കുന്നത്. ഒന്ന്, ലോക സൃഷ്ടാവിൻ്റെ സൃഷ്ടികളുടെ മഹത്വം തിരിച്ചറിയുക എന്നതും പരലോകം സത്യമാണ് എന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ സജദ ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ ആശയം എന്താണെന്ന് തിരിച്ചറിയുകയും അള്ളാഹുവിൻ്റെ മുന്നിൽ പൂർണ്ണമായും സമർപ്പണം ചെയ്യാനുമാണ് ഈ സൂറത്തുകളിലൂടെ ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു സജദ എന്ന് പറയുമ്പോൾ 32-ാം അധ്യായമാണ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. ഇതിലുള്ള വചനങ്ങൾ 30 വചനങ്ങളാണ് ഈ സൂറത്തിൽ ഉള്ളതായി നമ്മൾ കാണുന്നത്. ഈ സൂറത്തിന് സൂറത്ത് സജദ എന്ന് പേര് വരാനുള്ള കാരണം ഇതിൻ്റെ 15-ാമത്തെ വചനത്തിൽ സുജൂദ് പരാമർശിക്കുന്നത് കൊണ്ടാണ്. മറ്റു പല പേരുകളും പല തഫ്സീറുകളിലും കാണാൻ സാധിക്കും. ഇപ്പോൾ സൂറത്തു സജദയ്ക്ക് സജദ ലുഖ്മാൻ എന്ന പേരുണ്ട്. അതുപോലെ തന്നെ അലിഫ് ലാം മീം തൻസീൽ എന്ന പേരുണ്ട്. സജദ ലുഖ്മാൻ എന്ന് പറഞ്ഞാൽ സൂറത്തു ലുഖ്മാനിന് ശേഷം വരുന്ന അധ്യായം എന്ന നിലക്കാണ് അങ്ങനെ പരാമർശിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടാനുള്ള കാരണം, ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഫുസ്സിലത്ത്. അതിനെ ഹമീം സജദ എന്ന പേരിൽ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വേറിട്ട് മനസ്സിലാക്കുക എന്ന അർത്ഥത്തിൽ നമുക്ക് കാണാം. മക്കിയായ സൂറത്തായതുകൊണ്ട് തന്നെ ഈ സൂറത്തിൽ പ്രധാനമായും കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഇതാണ് ഇതിൻ്റെ മുഖ്യമായ ഈ സൂറത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ മനസ്സിലാക്കുകയും അതുപോലെ പരലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വചനങ്ങളാണ് ഈ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന റിവായത്ത് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സുബൈ നമസ്കാരത്തിൽ സൂറത്തു സജദയും സൂറത്തുൽ ഇൻസാൻ, അൽ അതാ അലൽ ഇൻസാൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്, ഇത് രണ്ടും പാരായണം നബി ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം.
അപ്പോൾ അതുകൊണ്ട് ഈ സൂറത്ത് പഠിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ വീട്ടിൽ നമസ്കരിക്കുമ്പോൾ അവർക്ക് ഈ സൂറത്ത് പാരായണം ചെയ്യാം. പള്ളിയിലാകുമ്പോൾ ഇമാമ് സ്വാഭാവികമായും ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസുണ്ട്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ജാബിർ റളിയല്ലാഹുവിൽ നിന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തും അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, തബാറക് സൂറത്ത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് അതും പാരായണം ചെയ്യാറുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ്. അത് പാരായണം ചെയ്തിട്ടേ നബി ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ എന്ന ആശയത്തിൽ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്പം ശ്രേഷ്ഠമായൊരു സൂറത്താണ്. വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് പാരായണം ചെയ്യും. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പതിവാക്കി സൂറത്തു സജദയും അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറത്തിൽ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ വചനങ്ങളിൽ ഖുർആൻ അവതരിച്ചത് ലോകസൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നാണെന്നും മക്കയിലെ മുശ്രിക്കുകളൊക്കെ അതിനെ നിഷേധിക്കുകയും നബിയെ പരിഹസിക്കുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചതാണെന്നൊക്കെ വാദിക്കുകയും ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ സൃഷ്ടാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണെന്ന് പഠിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ സൂറത്തിൽ ധാരാളം വിഷയങ്ങൾ ഘട്ടം ഘട്ടമായി അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും എല്ലാം അള്ളാഹുവിലേക്ക് തന്നെ മടക്കപ്പെടേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യവും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതകളെ, ഏത് രൂപത്തിലാണ് പരിണാമം സംഭവിച്ചതെന്നും അതുപോലെ തന്നെ മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദികേട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഈ സൂറത്തിലൂടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന മറ്റ് വിഷയങ്ങൾ, ധാരാളം വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ താക്കീതുകൾ, ഖുർആനിൻ്റെ സന്ദേശങ്ങൾ, അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള വചനങ്ങൾ ഈ സൂറത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും, അത്തരം നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും തമ്മിലുള്ള താരതമ്യവും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള വചനങ്ങൾ ഈ സൂറത്തിലുണ്ട്. അതുപോലെ ഈ ലോകത്ത് വെച്ച് പലതരത്തിലുള്ള പരലോകത്തെ വമ്പിച്ച ശിക്ഷകൾക്ക് മുമ്പ് തെറ്റു ചെയ്യുന്ന ആളുകൾക്ക്, കുറ്റം ചെയ്യുന്ന ആളുകൾക്ക്, പാപികൾക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന ചെറിയ ചെറിയ ശിക്ഷകൾ അതവർക്കുള്ളൊരു പരീക്ഷണമാണ്, താക്കീതാണ് എന്ന നിലക്കുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ആദ്യ വചനം എന്ന് പറയുന്നത് നമ്മൾ ഈ സൂറത്തിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അലിഫ് ലാം മീം. അലിഫ് ലാം മീം കേവലം 3 അക്ഷരങ്ങളാണ്. അലിഫ് ലാമ് മീം 3 അക്ഷരങ്ങളാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധ ഖുർആനിൽ. ഇങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഏകദേശം 29ഓളം സൂറത്തുകളുടെ ആരംഭത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുണ്ട്, നൂൻ എന്നൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ 2 അക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്, 3 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്, അലിഫ് ലാം മീം എന്ന പോലെ. 4 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുണ്ട്, അലിഫ് ലാം മീം സ്വാദ് എന്നുപോലെ. അതുപോലെ അങ്ങനെയൊക്കെ പല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ഏകദേശം അറബി അക്ഷരമാലയിലെ ഏകദേശം പകുതിയോളം അക്ഷരങ്ങൾ ഇതുപോലെ. ഈ അക്ഷരങ്ങൾക്കൊരു പ്രത്യേക അർത്ഥമോ ആശയമോ പ്രാമാണികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹു ആലം, റബ്ബിനാണ് അതറിയുന്നത്. എന്നാൽ ചില തഫ്സീറുകളിലൊക്കെ ചില വ്യാഖ്യാനങ്ങളും ചില കാര്യങ്ങളും പണ്ഡിതന്മാർ പറയാറുണ്ട്. അതിനൊന്നും പ്രാമാണികമായ ഒരു തെളിവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതൊരു വിളംബരമാണ്. പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയുന്ന അതിന് ശേഷം ഈ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ആയത്തുകളൊക്കെ ഖുർആനെക്കുറിച്ചായിരിക്കും മിക്കതും പരാമർശിക്കുന്നത്. അതിൻ്റെ കാരണം ഈ അക്ഷരങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള ഒരു വിളംബരമാണ്. അത് ഈ അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങൾ കൊണ്ടാണ് ഇനിയുള്ള വചനങ്ങളിലൂടെ സന്ദേശങ്ങൾ നൽകുന്നത് എന്ന അർത്ഥത്തിലുമൊക്കെയാണ് പലരും ഇത് വിശദീകരിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നത്. ഏതായാലും പ്രത്യേകമായൊരർത്ഥം നമുക്കറിയില്ല, അള്ളാഹുവിനറിയാം. അടുത്ത വചനം, 2ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തൻസീലുൻ
تنزيل الكتاب لا ريب فيه من رب العالمين. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് അതിൽ സന്ദേഹമോ ഇല്ല, ലോക രക്ഷിതാവിങ്കൽ നിന്നാകുന്നു ഈ വചനങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതിൻ്റെ വാക്കർത്ഥം നോക്കാം. തൻസീൽ, തൻസീലുൽ കിതാബ്, വേദഗ്രന്ഥം അവതരിപ്പിക്കൽ. തൻസീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസ്ദറാണ്, അവതരിപ്പിക്കൽ. അൽ കിതാബ്, ഈ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കൽ. ലാ റൈബ, അതിൽ യാതൊരു സന്ദേഹമേ ഇല്ല. ലാ റൈബ ഫീഹി, അതിൽ, ഫീഹി അതിൽ, ലാ റൈബ സന്ദേഹമേ ഇല്ല. മിൻ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കൽ നിന്നുള്ളതാണ് ഈ വേദഗ്രന്ഥം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ടാമത്തെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഗ്രന്ഥം സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. അതിൽ യാതൊരു നിലക്കുമുള്ള സംശയത്തിനും ഇടയില്ല. തൻസീൽ എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ടത്. അതൊരു മനുഷ്യൻ്റെ രചനയല്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, റബ്ബിൻ്റെ വാക്ക് തന്നെയാണ്. ചില ആളുകളൊക്കെ ലോകത്ത് ഈ റബ്ബിൻ്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന് പറയാറുണ്ട്. തെറ്റാണ്. അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ലാ റൈബ ഫീഹി, അതിൽ സംശയത്തിനിടയില്ല. സംശയമുണ്ടാകുന്നത് ഖുർആനിലല്ല, മനുഷ്യൻ്റെ മനസ്സിലാണ്. ഖുർആനിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. റബ്ബിൽ ആലമീൻ, എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു രക്ഷിതാവ്, ആ അള്ളാഹുവിൽ നിന്നാണ് ഖുർആൻ പൂർണ്ണമായും സത്യമായി അവതരിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ: ഖുർആൻ പൂർണ്ണ വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുക, സംശയം തോന്നുമ്പോൾ അതിനെ പിന്തുടരാതെ സത്യത്തെ അന്വേഷിക്കുക, ജീവിതത്തിൻ്റെ വഴികളിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ ഖുർആൻ നമ്മളുടെ മാനദണ്ഡമാക്കുക, ജീവിതത്തിൻ്റെ ഭരണഘടനയായി ഖുർആനിനെ സ്വീകരിക്കുക എന്നതാണ് ഈ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. തൊട്ടടുത്ത മൂന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്: أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم മിൻ നദീരിൻ മിൻ ഖബ്ലിക് ലഅല്ലഹും യഹ്തദൂൻ എന്നാണ്. അഥവാ അവർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളാണ്. അവർ പറയുകയാണോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചിരിക്കുകയാണ് എന്ന്? എന്നാൽ അത് നബിയെ, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള യഥാർത്ഥ വചനങ്ങളാണ്. നിനക്ക് മുമ്പൊരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടിയാണ് അത്. അവർ സന്മാർഗം പ്രാപിച്ചേക്കാമല്ലോ. ആ വചനത്തിൻ്റെ വാക്കർത്ഥം ശ്രദ്ധിക്കാം. അം യഖൂലൂന, അവർ പറയുകയാണോ? ആശ്ചര്യത്തോടു കൂടിയാണ് ചോദ്യം. അങ്ങനെ സംഭവിക്കാനുള്ള യാതൊരു കാര്യവുമില്ല. എന്നാലും അവർ പറയുകയാണോ? ഇഫ്തറാഹു, അവനത് കെട്ടിയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇഫ്തറാഹു എന്ന് പറഞ്ഞാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കി എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. അങ്ങനെ അവർ പറയുകയാണോ? ബൽ, എന്നാൽ, ഹുവ, അത്, അൽ ഹക്ക്, യാഥാർത്ഥ്യമാണ്, സത്യമാണ്, ഖുർആൻ സത്യമാണ്. മിൻ റബ്ബിക്ക, മിർ റബ്ബിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള, മിർ റബ്ബിക്ക ലിതുൻദിറ, നീ താക്കീത് ചെയ്യുവാൻ വേണ്ടി, കൗമൻ, ഒരു ജനതയ്ക്ക്, മാ അതാഹും, അവർക്ക് വന്നിട്ടില്ല, മിൻ നദീരിൻ, ഒരു താക്കീതുകാരനും വന്നിട്ടില്ല, മിൻ ഖബലിക്, നിനക്ക് മുമ്പായി, ലഅല്ലഹും, അവരായേക്കാം, ആകുവാൻ വേണ്ടി, യഹ്തദൂൻ, സന്മാർഗം പ്രാപിക്കുന്നവർ ആകുവാൻ വേണ്ടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമൂഹം, മക്കയിലെ മുശ്രിക്കുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ എതിർക്കാൻ വേണ്ടി അവർ പ്രധാനമായും ഒരുപാട് ശക്തമായ പീഡനങ്ങൾക്ക് മുമ്പ്, ഏകദേശം പ്രവാചക പ്രബോധനത്തിൻ്റെ ഒരു മധ്യകാലഘട്ടം, മക്കിയായ സൂറത്താണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കാൻ വേണ്ടി അവർ പ്രയോഗിച്ച പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു ഈ ഖുർആൻ
നബി കെട്ടിച്ചമച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയും അത്ഭുതകരമായ വചനങ്ങൾ എഴുതിയുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്കറിയാം. എന്നിരുന്നാലും കാര്യം അക്ഷരജ്ഞാനമുണ്ടായിരുന്നില്ലാത്ത പ്രവാചകൻ അത്ഭുതകരമായ ഇത്തരം ഒരു വചനങ്ങൾ നൽകുക അല്ലെങ്കിൽ എഴുതിയുണ്ടാക്കി പറയുക എന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. എന്നിട്ടും അവർ പറയുകയാണോ ഇത് നബി കെട്ടിച്ചമച്ചതാണെന്ന്? അതാണ് അള്ളാഹു ആ പ്രയോഗത്തിലൂടെ അത്ഭുതത്തോടുകൂടി ചോദിച്ചു. അം യഖൂലൂന, അവർ പറയുകയാണോ, പറയുന്നുവോ, ഇഫ്തറാഹു, അദ്ദേഹം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അത് രോഗരക്ഷിതാവിൽ നിന്നുള്ള സത്യമാണ്. നിന്റെ മുമ്പ് ഒരുവിധ മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതയെ നീ മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി വഴി നടത്താൻ വേണ്ടിയാണ് അള്ളാഹു അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മക്കയിലെ കാഫിറുകളാണ് ഇത് നബി ഉണ്ടാക്കിയതാണെന്നുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ, അത്തരത്തിലുള്ള അലിഗേഷനുകൾ പറഞ്ഞത്. അവരുടെ മുന്നിൽ ഇത് പൂർണ്ണമായും സത്യമാണ്. ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത് ലോകത്തിൻ്റെ രക്ഷിതാവാണെന്ന് ഒറ്റ വാക്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി നൽകുകയാണ്. ഇത് പൂർണ്ണമായ സത്യമാണ്. ഇതൊരിക്കലും മനുഷ്യനിർമ്മിതമല്ല. മിൻ റബ്ബിക്ക്, നിൻ്റെ രക്ഷിതാവിൽ നിന്നുള്ളതാണ്. അതിനാൽ വിശ്വാസയോഗ്യമായ കാര്യമാണത് എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുൻ സമൂഹങ്ങൾ വന്നിട്ടില്ലാത്ത എന്ന് പറയാൻ കാരണം സൂറത്തു ഖസസിലെ വചനം ഇവിടെ അമാനുവിലൂടെ തഫ്സീറിൽ കാണാൻ സാധിക്കും. 46-ാമത്തെ വചനത്തിൽ സൂറത്തു ഖസസിൽ അതിൻ്റെ വ്യാഖ്യാനത്തിലും അത് പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ പറയാൻ കാരണം തൂർ പർവ്വതത്തിൻ്റെ പാർശ്വത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമയെ വിളിച്ചപ്പോഴും നീ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് നബി ഉണ്ടായിരുന്നില്ല. എങ്കിലും നിൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വമ്പിച്ച അനുഗ്രഹമായിട്ടാണ് മുൻ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വഹീ മുഖേന നൽകിയിട്ടുള്ളത്. അത് ആ സമൂഹത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരനും ചെന്നിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാനായിട്ടാണ് അള്ളാഹു ഇത് നൽകിയിരിക്കുന്നത്. അവർ ഉറ്റാലോചിക്കാമല്ലോ എന്നാണ് അള്ളാഹു സൂറത്ത് ഖസസിൽ 46-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തഫ്സീറിൽ കൃത്യമായി അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. മൂസാ നബിക്ക് ശേഷം പല തലമുറകൾ പിന്നീട് ഉത്ഭവിക്കുകയും നശിക്കുകയും ഒക്കെ ചെയ്തു. ദീർഘകാലം അങ്ങനെ മുന്നോട്ട് കഴിഞ്ഞു പോയ ചരിത്രം അവിടെ ഉണ്ടായിട്ടുണ്ട്. പല ഊഹാപോഹങ്ങളുമായി പല ആളുകളും ജീവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേദഗ്രന്ഥങ്ങളോ പ്രവാചകന്മാരോ പരിചയപ്പെടാത്തവരാണ് ആ സമൂഹത്തിലുള്ള ആളുകൾ. പിന്നീട് വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അനേകം നീക്കുപോക്കുകളോട് കൂടിയാണെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവരുടെ പക്കൽ ചില അറിവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന ആ ജനതയ്ക്ക് അതിനൊരവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മുൻ പ്രവാചകന്മാരുടെയും അവരുടെ ജനതകളുടെയും ചരിത്രങ്ങൾ അവയ്ക്ക് ദൃക്സാക്ഷിയാകുന്ന ഒരാളെപ്പോലെയാണ് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ ഇറക്കിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ളത് ഇത്തരം സംഭവങ്ങൾ കേട്ടറിയുമ്പോൾ അവർ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ അതിനൊരു കാരണമായി തീരും എന്ന അർത്ഥത്തിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 വചനങ്ങളാണ് പറഞ്ഞത്. 3 വചനങ്ങളിൽ ഒന്ന് അലിഫ് ലാം മീം, അതുപോലെ തൻസീലുൽ കിതാബി, ഒരു സംശയത്തിനും ഇടമില്ലാതെ ലോകരക്ഷിതാവിന് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് ഖുർആനെന്നും, അതുപോലെ തന്നെ ആ ഗ്രന്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തപ്പോൾ അവിടുത്തെ ആളുകൾ നബിയെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞ തെറ്റായ ഒരു പ്രവാചകനെ എതിർത്തൊരു രീതിയായിരുന്നു നബി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന്. അങ്ങനെ അതല്ല, അത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് പൂർണ്ണമായും അവതരിച്ചതാണ് എന്ന് പറയുകയും അവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയാണ് അത് നൽകിയിട്ടുള്ളത്, അവരത് മനസ്സിലാക്കിയാൽ സന്മാർഗം പ്രാപിച്ചേക്കാമല്ലോ എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകൾ പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.